ശബരിമല സ്വർണ്ണക്കൊള്ള LDFന് തിരിച്ചടിയായെന്ന് പി സന്തോഷ് കുമാർ MP. ന്യൂനപക്ഷ വോട്ടുകൾ LDFന് ലഭിച്ചില്ല. N വാസുവിനെയും A പത്മകുമാറിനെയും ഇടത് നേതാക്കളായി താൻ കാണുന്നില്ലെന്നും പി സന്തോഷ് കുമാർ MP. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ അതിശക്തമായ പ്രചരണം നടന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ പ്രചരണം നടത്താൻ ഇടകൊടുക്കുന്ന തരത്തിലുള്ള ചില സംഭവവികാസങ്ങളുണ്ടായി. നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോഴും സംസാരിക്കുമ്പോൾ അത് വലിയ തോതിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് കേരളത്തിൽ UDFന് അനുകൂലമായി ഉണ്ടാക്കുന്നതിന് സാധിച്ചു എന്നത് ഒരു വസ്തുതയാണ്. ശബരിമല നിൽക്കുന്ന വാർഡ് അല്ലെങ്കിൽ അതൊക്കെ ജയിച്ചെങ്കിൽ പോലും പൊതുവിൽ അത് വല്ലാതെ അതിൻ്റെ ഭാഗമായി ഇറങ്ങിയ പാട്ടുകൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിലൊരു സംശയം നല്ലതുപോലെ ഉയർന്നു വന്നു. അത് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിന് ബാധിച്ചിട്ടുണ്ടാവണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.